ഓക്കെ, സെൽഫ് അസസ്മെൻറ്റ് എന്താണ്, അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ ഋതിക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഓക്കെ, ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ദർ ആർ 6 types of assessment. First one is self-assessment, which comes under the section 140A. Second one is assessment on the basis of return, which comes under section 153 bracket 1. Third one is regular assessment by assessing officer, which comes under section 2 bracket 40. ഈ തേർഡ് സെക്ഷൻ, തേർഡ് ടൈപ്പിൽ തന്നെ രണ്ട് ഫർദർ സെക്ഷൻസ് വരുന്നുണ്ട്, ഫർദർ ടൈപ്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് assessment on the basis of evidence, which comes under section 143 bracket 3. The second one is best judgment assessment, which comes under section 144. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് വൺ പറഞ്ഞു, തേർഡ് വണ്ണിൽ രണ്ട് സബ് ടൈപ്പ് വരുന്നുണ്ട്. ഇനി ഫോർത്ത് എന്ന് പറഞ്ഞാൽ റീ അസസ്മെൻറ്റ്, വിച്ച് ഓൾസോ നോൺ ആസ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്, വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 147. ഫിഫ്ത്ത് വൺ ഇസ് പ്രിക്വേഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. സിക്സ്ത് വൺ ഇസ് സെർച്ച് അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 153A. ഓക്കെ, അപ്പം 6 ആണ് മെയിനായിട്ടുള്ള ടൈപ്സ് എന്ന് പറഞ്ഞാൽ. അതിലെ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള സെൽഫ് അസസ്മെൻറ്റ്, വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 140A ആണ് എൻ്റെ സെമിനാർ ടോപ്പിക്. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് സെൽഫ് അസസ്മെൻറ്റ്, വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 140A. ഈ നെയിം തന്നെ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് ദിസ് എന്നുള്ളത്. സെൽഫ് അസസ്മെൻ്റ് ആണ്, സ്വയം അസസ്സിങ് ആണ്. നമ്മളുടെ ഇൻകം ടാക്സ്, ഒരു ടാക്സ് പേയർ അയാൾക്ക് പേ ചെയ്യാനുള്ള ടാക്സ് സെൽഫായിട്ട് അയാൾ സ്വയം അസസ് ചെയ്യാണ്, കമ്പ്യൂട്ട് ചെയ്യാണ്, എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് സെയിങ്. ആസ് ദ നെയിം സജസ്റ്റ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് is a tax which is computed by the taxpayer on his own and then deposited with the government. അതോടൊപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ ഫയലിങ്ങിന് മുന്നേ ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ദ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഷാൾ ബി പെയ്ഡ് ബിഫോർ ദ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചലാൻ ത്രൂ ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ നമ്മുടെ കോളേജിലെ ഫീസുകളൊക്കെ പേ ചെയ്യുന്നത് ഏത് മോഡാണ്? ചലാൻ മോഡാണ്. ദ സെയിം മോഡ് ഇസ് അക്സെപ്റ്റഡ് ഹിയർ ഓൾസോ. ചലാൻ മോഡിലൂടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ടാക്സ് ഇവിടെ നടത്തുന്നത്. ആ ചലാൻ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓൺലൈൻ മോഡാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓത്തറൈസ്ഡ് ബാങ്ക് വഴി നമുക്ക് ഈ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഈ ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ പേ ചെയ്യുന്ന ഡേറ്റ്, അതോടൊപ്പം നമ്മുടെ പേ ചെയ്ത ചലാൻ്റെ നമ്പർ, ചലാൻ ത്രൂ ആണല്ലോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. സോ ആ ചലാൻ്റെ നമ്പർ, നമ്മൾ പേ ചെയ്ത ഡേറ്റ്, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു സെൽഫ് അസസ്മെൻറ്റിലൂടെ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന്. അപ്പം ഈ സെൽഫ് അസസ്മെൻറ്റിലൂടെ എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിങ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ടോട്ടൽ ഇൻകത്തിന് മുകളിൽ നമുക്ക് എത്രത്തോളം ടാക്സ് പേ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ആൻഡ് ദെൻ വി ആഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കംസ് അണ്ടർ ദ സെക്ഷൻ 234A, 234B, 234C. 234 സെക്ഷൻ 234A എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫോർ ലേറ്റ് ഫയലിംഗ് ആണ്. ലേറ്റ് ഫയലിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഇൻട്രസ്റ്റിനെയാണ് 234Aയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 234Bയിലും Cയിലും പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡിഫർമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ് ഈ 234Bയിലും Cയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വി ഡിഡക്ട് ദ റിലീഫ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 90, 90A, 91 ഡബിൾ ടാക്സേഷൻ റിലീഫിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ടാക്സ് ക്രെഡിറ്റ് റെഡ്യൂസ് ചെയ്യുക. അതിനുശേഷം TDS ഓർ TCS റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അഡ്വാൻസ് ടാക്സ് റെഡ്യൂസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ആഡിങ്ങും ഡിഡക്ഷനും നടത്തിയിട്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ടു ബി പെയ്ഡ്. നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് സെൽഫ് അസസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിനി പേ ചെയ്യാനുള്ള എമൗണ്ടാണ് ഈ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ എങ്ങനെയാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കി. ഇനി പേയ്മെൻറ്റ് നമ്മൾ ഈ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്
ഫുള്ളായിട്ട് നമ്മൾ പേ ചെയ്യുന്നില്ല എങ്കിൽ, ഒരു ഭാഗമാണ് നമ്മൾ, ഒരു പാർട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് എങ്കിൽ, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നോട്ട് പെയ്ഡ് ഇൻ ഫുൾ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ നമ്മളൊരു പാർട്ട് പേ ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ പാർട്ട് ഫസ്റ്റ് നമ്മൾ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ദ ബാലൻസ് ടുവേർഡ്സ് ടാക്സ്. ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആദ്യം തന്നെ ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് പേയബിളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ബാക്കി കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സിലേക്ക് ബാലൻസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് the amendment to section 140 World Economic Forum ത്തിലെ 140 section പ്രകാരം which was had in 1/4/2018 provides that in the case of a company, an application for corporate insolvency resolution has been admitted by the adjudicating authority under section 7 or 9 or 10 if the Insolvency and Bankruptcy Code of 2016, the return is to be verified by the insolvency professional appointed by such authority as per Finance Act 2018. നമ്മൾ പറഞ്ഞു നേരത്തെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നമ്മൾ ഫുള്ളായിട്ട് പേ ചെയ്യുന്നില്ല എങ്കിൽ ആ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ആ എമൗണ്ട് ഫസ്റ്റ് വി ഹാവ് ടു ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ബാലൻസ് ടുവേർഡ്സ് ടാക്സ് എന്ന്. ഈ പേയ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ എമൗണ്ട്സ് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നതെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് സർചാർജും സെസ്സും കൂടെ കൂടിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കൊടുക്കാനുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അതിൽ നേരത്തെ നമ്മൾ പ്രൊസീജിയറിൽ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് സെക്ഷൻ 234A ബിയും സിയും പ്രകാരമുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 40,000. അപ്പോൾ നമുക്ക് 1,40,000 കിട്ടും. അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TDSും അഡ്വാൻസ് ടാക്സും ഒക്കെ റെഡ്യൂസ് ചെയ്യുക. നമുക്ക് 45,000 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 95,000 കിട്ടും. ഇനി നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 60,000 ആണ്. ജസ്റ്റ് എമൗണ്ട്സ് മാത്രമാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യൂ ഉണ്ടാവില്ല. ജസ്റ്റ് ഇനി 60,000 ആണ് ഇനി നമുക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ 60,000-നെ എങ്ങനെയാണ് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ മുകളിൽ പറയുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ 234Bയും സിയും സെക്ഷൻ പ്രകാരം 40,000 നമ്മുടെ കയ്യിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഫുള്ളായിട്ട് പേ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ചെറിയ ഭാഗമാണ് പേ ചെയ്യുന്നത് എങ്കിൽ ആ പേ ചെയ്യുന്ന എമൗണ്ടിന് ഫസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേയബിളിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ 40,000-നെ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 60,000-ൽ നിന്ന് 40,000-നെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 40,000-നെ നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ബാക്കി വരുന്ന എമൗണ്ട് 60,000 മൈനസ് 40,000 ദാറ്റ് ഈസ് 20,000. ബാക്കി ഇനി 20,000 ആണുള്ളത്. ആ എമൗണ്ടിനെ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സിലേക്ക് നമ്മൾ മാറ്റാം. ബാലൻസ് ആയിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ ഇൻകം ടാക്സിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്, ഞാൻ വായിക്കാം. ടാക്സ് ലയബിലിറ്റി ഓഫ് ABC Limited for the assessment year 2019-20 is 5 lakh. Its liability to pay interest under section 234A or B or C is 53,000. It is entitled for tax credit on account of prepaid taxes, that is advance tax paid during the financial year 2019-20 is 30,000. And the tax deduction tax collected at source is 23,000. At the time of filing of return for the assessment year 2019-20 on December 10, 2020, the tax payable under section 140A shall be computed as under. അപ്പം ഇതിൽ തന്നിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 5 lakh. ഇനി നമ്മൾ പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തരുന്നുണ്ട് എമൗണ്ടുകളൊക്കെ. പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 53,000 ആണ്. അതിനുശേഷം നമ്മളുടെ പ്രീപെയ്ഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. അതുപോലെ TDS ദാറ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ 23,000 ആണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ഇൻകം ടാക്സ് 5 lakh ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഇൻട്രസ്റ്റ് 234Aയും Bയും സെയിം പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 53,000-നെ ആഡ് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് 5,53,000 ഫ്രം വിച്ച് വി റെഡ്യൂസ് ദ പ്രീപെയ്ഡ് ടാക്സ് ആൻഡ് TDS. പ്രീപെയ്ഡ് ടാക്സ് പറഞ്ഞാൽ 30,000 ആണ്. പ്രീപെയ്ഡ് ടാക്സ് ദാറ്റ് ഈസ് അഡ്വാൻസ് ടാക്സ് ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. TDS എന്ന് പറഞ്ഞാൽ 23,000 ആണ്. വിച്ച് ബോത്ത് ഫോം 53,000. 30,000 പ്ലസ് 23,000 നമുക്ക് 53,000 കിട്ടുന്നു. അതാണ് പ്രീപെയ്ഡ് ടാക്സും TDSും.
അത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് 53,000 എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 5,53,000 നിന്ന് നമ്മളുടെ ഈ പ്രീപെയ്ഡ് ടാക്സിനെയും TDSനെയും കൂടെ മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 53,000 മൈനസ് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് ദ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അണ്ടർ സെക്ഷൻ 140A ആസ് 5 lakh. ഓക്കെ, 5 lakh ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ 5 lakh കുറവാണ് ഇപ്പം നമ്മളുടെ പേ ചെയ്യാനുള്ള എമൗണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേയബിളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ എന്താ പറയുക, ടാക്സ് പേയബിളിലേക്കും മാറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. ഇപ്പം സപ്പോസ് എന്താ പറയുക, ഈ 5 lakh നമുക്ക് കിട്ടിയല്ലോ എമൗണ്ട്, പേ ചെയ്യാനുള്ള എമൗണ്ട് 5 lakh ആണെന്ന് പറഞ്ഞല്ലോ. ആ 5 lakh പകരം ഇപ്പം എന്താ പറയുക, രണ്ട് സിറ്റുവേഷൻസ് തന്നിരിക്കുന്നു. 4 lakh ആണ് അല്ലെങ്കിൽ 3 lakh ആണ്. ഫസ്റ്റ് കേസ് പറഞ്ഞാൽ 4 lakh ആണ്, രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ 3 lakh ആണ്. അങ്ങനെയാവുമ്പം എങ്ങനെയാണ് ഈ അപ്പോഷ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് കാണിക്കുന്നത്. ഫസ്റ്റ് 4 lakh ആകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതാ കയ്യിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 53,000 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആഡ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയേണ്ട ഒരു 53,000 എമൗണ്ട് എഴുതിയില്ലേ, ആ എമൗണ്ടാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് എങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് പേയബിളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ 4 lakh നമ്മൾ ആദ്യം 53,000 എടുത്തെങ്ങാഞ്ഞ് ഇൻട്രസ്റ്റ് പേയബിളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന എമൗണ്ട് ദാറ്റ് ഈസ് 4 lakh 53,000 കുറച്ചിട്ടുള്ള റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 3,47,000 നമ്മൾ പിന്നീട് എമൗണ്ട് എന്താ പറയുക, ടാക്സ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിലേക്ക് ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് സെക്കൻഡ് സിറ്റുവേഷൻ ആയിട്ടുള്ള 3 lakh ആകുമ്പോഴും ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലുള്ള പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 53,000 ആണ്. ആദ്യം നമ്മൾ ആ ഇൻട്രസ്റ്റിനെ പേ ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആയിട്ട് 2,47,000 നമ്മൾ എന്താ ചെയ്യുന്നത്, ബാക്കി എമൗണ്ടിന് നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സിലേക്കും കൊടുക്കുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.